സാധനം റോബോട്ട് കഴിച്ചു നമ്മളെ ക്യാൻറ്റീൻ ഇത്ര ചെറിയ ഇവിടെ എവിടോ ഉള്ള തല കണ്ടിട്ട് കഴിച്ചു നോക്കിയാ പോയി ക്യാമറ എടുത്തപ്പത്തും പോയി ഇതാ ജന്തു അവിടെതാ ഡീഡി ഇവിടെ എടി ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് ഇവർക്ക് ക്ലോസ് ചെയ്ത് ഇതെവിടെയായിരുന്നു എല്ലാ സ്ഥലവും ഒരുപോലെ പറഞ്ഞിട്ട് എത്ര നേരമായാലും വെയിറ്റ് ചെയ്യുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിലിട്ട് പോയിട്ട് എന്ത് പറഞ്ഞ് ആലോചിച്ചിരിക്കുകയായിരുന്നു ക്ലോസ് ചെയ്ത് കേസ് എല്ലാം ക്ലോസ് ചെയ്ത് വരും ഞാൻ എന്താ സംഭവം അറിയാം എന്താ കയ്യിലൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ ഇവരോട് നിങ്ങളോട് മാത്രമാണ് ഈ കാര്യം പറഞ്ഞത് മനസ്സിലായോ ജന്തു പേടിപ്പിച്ച് കളഞ്ഞിട്ടല്ലേ സീരിയസ് നല്ല ട്രാഫിക് ആട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ബാങ്കോക്ക് ട്രാഫിക്കാണ് രാവിലെ നമ്മൾ ഇവിടെ ആയിരുന്നു വന്ന കേസ് എന്തോരം ആൾക്കാരെ നോക്കി രാത്രിയൊക്കെ ഗൈസ് അപ്പോൾ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് എൻ്റെ ബേബിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഞാൻ വിചാരിച്ചു ഇന്ന് ചൈന ടൗൺ പോവാം എങ്ങനെയുണ്ട് ചൈന ടൗണും കൂടെ ഒന്ന് പോവാന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് നമുക്ക് വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഉണ്ടായിരുന്നു പക്ഷെ ഒരാളെ കാണാനില്ലായിരുന്നല്ലോ കാണാനില്ലാത്തതുകൊണ്ട് നമുക്ക് ലേറ്റ് ആയിപ്പോയി ഇനിയിപ്പം പോയിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ചൈന ടൗൺ ലെറ്റ്സ് വിസിറ്റ് ചൈന ടൗൺ എന്ന് പറയുമ്പോൾ ടൗൺ മൊത്തം ചൈനത്തെ സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളിതുവരെ പോയിട്ടില്ല ഫസ്റ്റ് ടൈം ഞങ്ങളിങ്ങനെ റീലിലും ഒക്കെ കുറെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും പോയൊക്കെ വിചാരിച്ചില്ലേ മൊത്തം ഡിസ്പ്ലേയിൽ ഇങ്ങനെ പരസ്യമാണ് നല്ല വൈബാട്ടോ നല്ല ഡിസ്പ്ലേ ആണ് ഒരു ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് അല്ലേ നമ്മള് ഫ്യൂച്ചറിസ്റ്റിക് എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ട്രെയിൻ വന്നിട്ടോ അവിടേക്കുള്ള ട്രെയിനാട്ടത് ഞങ്ങൾ കറക്റ്റ് നോക്കി എല്ലായിടത്തും ഇപ്പോൾ ട്രെയിനാണ് ഓ ഇതിങ്ങനെ ഇറങ്ങുന്നത് ഇവരിങ്ങനെ കയറുന്നത് ഓക്കെ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമെത്തി ഗൈസ് ലെറ്റ്സ് ഗോ ഇതെന്താ ചൈന ടൗൺ എന്ന് വരുന്ന ആൾക്കാരാട്ടത് നമുക്ക് കോയിനെ കിട്ടി ഗൈസ് കോയിൻ ഇടണം നമ്മളപ്പം ചൈന ടൗണിലെത്തി ഗൈസ് ഇവിടെ മൊത്തം ആണെന്ന് തോന്നുന്നേ ആ റോഡ് ചൈന ടൗണിൻ്റെ റോഡാണ് നോക്കാം ഓ നല്ല ക്രൗഡാണ് നല്ല ക്രൗഡുണ്ട് നല്ല ക്രൗഡാണ് ഗൈസ് ചൈന ടൗണില് ഇത് ചൈനീസ് ന്യൂ ഇയർ ആണല്ലോ അല്ലേ എനിക്കിപ്പോഴാണ് ഗൈസ് അത് ഓർമ്മ വന്നത് ഗൈസ് അപ്പൊ എന്റെ ബാക്കിൽ നിൽക്കുന്നതാണ് ചൈനീസ് ടൗൺ അല്ലേ ചൈനീസ് മാർക്കറ്റ് ചൈന ടൗൺ അതെ ഇതിന്റെ ഒരു ഇതാണ് എന്താ പറയാ സ്റ്റാർട്ടിങ് പറയാം അല്ല ഇത് എൻഡിങ്ങാ സ്റ്റാർട്ടിങ്ങിൽ മറ്റേ ചൈനയുടെ മറ്റേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലായത് എൻഡിങ് ആണ് സംഭവം ഇതാണ് ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് ഇവിടെ ചൈനീസ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് നല്ല വൈബാണ് ഞാൻ മൊത്തത്തിൽ കാണിച്ചത് ഓക്കെ ഇവിടെ മൊത്തം എന്താ പറയാ നമ്മളെ എനിക്ക് പട്ടായത്തെ സ്ട്രീറ്റ് ഓർമ്മ വരുന്നത് അൽഫി പട്ടായത്തെ സ്ട്രീറ്റും ഇതേപോലെ തന്നെയാണ് ഉണ്ടല്ലേ ഈ സൈഡത്തെ ബോർഡുകളൊക്കെ അല്ലടി ഇതൊക്കെ ചൈനയിലാണ് എഴുതിയിട്ട് ശ്രദ്ധിച്ചാ ഇത് ചൈന ടൗണാ നമ്മൾ ഫോട്ടോയിൽ കണ്ട സാധനമാണത് ഇവരൊക്കെ ഉണ്ട് ഡ്രസ്സ് ഇട്ട് നോക്കിയാ എല്ലാവരും ആ ഡ്രസ്സായിട്ട് ഒരു നമുക്ക് ആ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടായിരുന്നില്ലേ ഇവരൊക്കെ എന്തൊക്കെ കഴിക്കുന്നുണ്ട് അൽഫി വൈബ് സ്ഥലല്ലേ കൊള്ളാം ഇതൊക്കെ ചൈനീസ് സാധനങ്ങളാണ് കണ്ടോ ഇതൊക്കെ ചൈനയിൽ പോകുമ്പോൾ അങ്ങനത്തെ കാണാം എല്ലാവരും ഡ്രസ്സ് ഇട്ടിട്ട് ഒരു വൈബാലത് അടിപൊളി കൊള്ളാം
ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല ഗൈസ്, ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഇത് എക്സ്പെക്ടേഷനെക്കാട്ടിലും വന്നിട്ട് സ്ട്രീറ്റ് ഫുഡ് അധികം കഴിച്ചിട്ടില്ല. ഇന്നത്തെ മോളില് നല്ലോണം സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ടായിരുന്നു. ഓ യെസ്. മിനിയാന്ന് പോയിട്ട് ഫുള്ള് സെയിം സാധനം തന്നെ എല്ലായിടത്തും വെച്ചേക്കുന്ന ഒരു ഇതായിട്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഒരു വല്ലാത്ത റഷായി പോയി. ഇത്രയും റഷ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഒന്നും കാണാൻ ആൾക്കാരാണ്, അതാണ് ഒന്നും കാണാത്ത. എനിക്ക് തോന്നുക അത് അവിടെയാണ് മെയിൻ പരിപാടി എന്ന് തോന്നുന്നു. ഈ റോഡ് ഇത് കണക്ഷൻ റോഡാണ് തോന്നുന്നത്. അൽപ്പി മനസ്സിലായല്ലേ? നമുക്ക് പോവാം, നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കാം. ചൈനീസ് ബോർഡുകൾ കണ്ട, അതൊക്കെ കണ്ട ബോർഡ് കണ്ട. ആ അതെന്താ വായിക്കുക? അൺബോക്സിംഗ് ഡൂഡ്. എന്താണ് നോക്കി നടന്നില്ലേ വീട്ടിൽ? എവിടെ കുഞ്ഞു മോളെ ഒരു വട്ടം മിസ്സായത് എൻ്റെ കൈമ കയറി പിടിച്ച ഒരു വട്ടം 2 തവണ മിസ്സാവണ്ട. ഒരു വട്ടം ഒരു ദിവസം മിസ്സായാൽ മതി. ഓ മൈ ഗോഡ്. ഞാൻ ലൈവായിട്ട് എടുക്കട്ടോ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് കണ്ടോളൂ. ഇതിങ്ങനെ കാണണല്ലേ, അപ്പോഴാണ് ഒരു ഭംഗി. ആ ഓ ഇതാണ് ചൈനീസ് ന്യൂ ഇയർ ഗൈസ്. നമ്മൾ ചൈനയിൽ പോയിട്ടില്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? ഭയങ്കര ക്രൗഡും ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ കയ്യിൽ നിന്ന് പിടിവിടരുത് കേട്ടോ ബേബി. ഫോട്ടോ എടുക്കുന്നുണ്ട്, ഇതിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് എങ്ങോട്ടാടി സ്റ്റാർട്ടിങ്? അങ്ങോട്ടാണോ? ആ അത് വയ്യാത്ത ഒരാളാടി, പേടിച്ച. ഇത് ഇന്നലെ നീ ഫോട്ടോ എടുത്ത ബിൽഡിംഗ് അല്ലേ? ഓക്കെ പൊറാട്ട അടിക്കണേ ഇപ്പത്തെ ഓരോ സാധനങ്ങളൊക്കെ എടുക്കും. ഈ സാധനം ഇത് ചൈന ഇതിലുണ്ടാവുക. പൈസ കൊടുക്കണല്ലേ? ഞാൻ പൈസയിലൊക്കെ വീഡിയോ കാണിച്ചിട്ട് അത് ഞങ്ങളുടെ ഒരു പ്രശ്നമായിരുന്നു. തമ്പനയിലിന് വേണ്ടിയിട്ട് ഇവിടെ അത്രയും തിരക്കായതുകൊണ്ട് കൈ അങ്ങ് അട്ടത്തേക്ക് വെക്കേണ്ടി വന്നു കഴിച്ചു. ഓ മൈ ഗോഡ്. ചേട്ടാ ഇത്രയും തിരക്കിനിടക്ക് നടുവ് നിന്ന് ഫുഡ് കഴിക്കുന്ന യുവതി. കൊള്ളല്ലേ പരിപാടി? നമ്മൾ ടി വിയിലൊക്കെ കണ്ട സാധനല്ലേ? അങ്ങനെ അൽഫി കഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടുപിടിച്ച് കഴിച്ച് സ്ട്രോബെറി ചൈന ടൗണിൽ നിന്നും ആദ്യത്തെ ഫുഡ് കഴിച്ചിട്ട് അൽഫി ഇത്രയും ക്രൗഡ് ഉണ്ടായിട്ട്, ഇത്രയും ക്രൗഡ് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിട്ട് ഇപ്പോൾ അതിൽ നിന്ന് ഫുഡ് സെലക്ട് ചെയ്ത് കഴിച്ചു. വല്ലാത്തൊരു സാധനം തന്നെ. നീ കഴിക്കേ എന്റെ കഴിക്കൽ കാണട്ടെ. ആ കഴിച്ചിട്ടുണ്ടോ? ആ ഒരു സെക്കൻഡ് ഡാൻസ് ഉണ്ട് കേട്ടോ അവിടെ.เก่ารัดครับหวานมันอร่อยร้อนๆครับลองกินก่อนได้นะครับเก่ารัดครับหวานมันอร่อยร้อนๆครับลองกินก่อนได้นะครับเก่ารัดครับതരുന്ന വെക്കാണ്ട് കഴിച്ച കുരുപ്പേ ആരെന്ത് കൊടുത്താലും കഴിക്കും. എന്ത് ജസ്നട്ടാ? നമ്മുടെ കാഷ്യൂ നട്ടിന്റെ ഒരു ടേസ്റ്റ്. എനിക്ക് വേണ്ട.เก่ารัดครับหวานมันอร่อยร้อนๆഓ ആളെന്തോ ഒരു പറയണ്ട, അങ്ങോട്ട് പോയേക്കാം. ടി വി ഷോയിലൊക്കെ കാണുന്ന സാധനമല്ലേ?
ബാക്ക് പോകാൻ നോക്കിയാ ഇങ്ങനെയാണ് ക്യാൻഡി ഉണ്ടാക്കുക. ഇത് പല പല കളറിലാക്കി വെച്ചിട്ടോ. ഒരു കിടിലൻ സാധനം കഴിച്ചു, ഒരു കിടിലൻ സാധനം. ഓ മൈ ഗാഡ്. സീനാണല്ലോ. പേടിയുണ്ടോ ബേബി? ഞാനിതേപോലെ മേക്കപ്പ് ചെയ്ത് നടക്കട്ടെ. നീ മേക്കപ്പ് ഒന്നും ചെയ്യണ്ട, മേക്കപ്പ് ചെയ്യാണ്ട് ഇങ്ങനെ ഒന്നാ മതി. അൽഫിയെ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് തല ഒളിക്കുന്നു തോന്നുന്നു. അങ്ങനെ ഉളുപ്പൊന്നുമില്ല, കാരണം മൊത്തം ഫുഡ് ഐറ്റംസ് ആണല്ലോ, അവിടെയും ഇവിടെ ഒക്കെ ഫുഡ്. അവൾക്ക് ഫുഡ് തന്നെ ചെയ്യാനായോണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിച്ചത് ഇത്ര ചെറിയ പുളിസൈ കാണുന്നത്. എന്റെ വരല് ഇത്രേ ഉള്ളൂ, ആദ്യം ഇത്ര ചെറിയ പുളിസൈ. ഓ മൈ ഗോഡ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗേറ്റ്. അപ്പൊ ഇതല്ലല്ലോ എൻട്രി എൽഫി, ഇതല്ല എൻട്രി തോന്നിട്ടോ. എനിക്കറിയില്ല, ഇവിടാണ് ഗേറ്റ് ഒക്കെ ഇവിടെ ഉള്ളത്. ഇതാണ് ഞാൻ ഫോട്ടോയിലും കണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് വേറെ കലാപരിപാടികളാന്ന് തോന്നുന്നു. My God. ഞാനിവിടെ പെട്ടയാണ്. അയ്യോ. ഇത് സീൻസ് ആണ് കേട്ടോ ഗൈസ്, വേറെ ലെവൽ സാധനം. ഇപ്പോൾ അതിന്റെ പെർഫോമൻസ് കണ്ട് അടിപൊളി, രക്ഷയില്ല. റോബോട്ട് ഗൈസ്, നമ്മളെ ടെർമിനേറ്റർ റോബോട്ട്. കൊള്ളാല്ലേ, അടിപൊളി സാധനം. പക്ഷെ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. കോപ്പ് ഒരാളതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ടാറ്റാ. ഓ മൈ ഗോഡ്. ആൾക്ക് കുറച്ച് നീളം കൂടുതലാന്ന് തോന്നിട്ടാ. കുറെ ആൾക്കാരൊന്ന് പൈസ കൊടുക്കുന്നുണ്ട്. സീൻസ് ആണ്. ഇഷ്ടമാണ്. ഇതാണ് ചൈന ടൗൺ മാർക്കറ്റ് കേസ്. ഇത്രയും നേരം നമ്മൾ കണ്ട ചൈന ടൗൺ. ഇത് ചൈന ടൗണിന്റെ മാർക്കറ്റ് പ്ലേസ്. ആ, ഈ മാർക്കറ്റിൽ പ്രത്യേകിച്ചാല് ടാറ് നല്ലോണം ഇട്ടു. അതുകൊണ്ട് തന്നെ അല്ലേ ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. കണ്ടില്ലേ, നല്ല ടാർ ഇട്ടിട്ട് വൈറ്റ് ചെറിയ ചെറിയ ഷോപ്പുകളും ഇതൊക്കെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട്. അത് അങ്ങോട്ടൊക്കെ വലിച്ച് അവിടെയൊക്കെ നല്ലൊരു എസ്തറ്റിക് ഫീൽ അല്ലേ. അപ്പൊ കറങ്ങി നടന്ന് ഞങ്ങൾ രണ്ടാളും കൂടി സീ ഫുഡ് പാൽത്തായ് അല്ലേ, പാഡ്തായ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഓർഡർ ചെയ്ത് അവരത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ മുമ്പ് തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. അതൊരു വൈബാട്ടോ. ഈ ഇതിനായിട്ട് സാധനം എടുക്കുക. ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതിലിങ്ങനെ കുടുക്കുടുക്കുടുക്കുടാക്കി എടുക്കും. നമ്മൾ ഫ്രൈ ചെയ്യാൻ പറഞ്ഞു. സാധനം കിട്ടി, ഇതിന് പേയ്മെന്റ് കൊടുക്കണം. കുഴപ്പമില്ല, കഴിച്ചോക്കിട്ട് എന്താ അവസ്ഥയാണ്. നമുക്ക് ഇഷ്ടമുള്ളതാണ് സ്ഥലം. കുറച്ച് ഉപ്പിട്ടായിട്ട് ജെന്യൂൻ അഭിപ്രായം കിട്ടണം കേട്ടോ. ജെന്യൂൻ അഭിപ്രായം. ടേസ്റ്റ് ഉണ്ടാവും. നൂഡിൽസ് രസമല്ലേ? അപ്പം കൊള്ളാം. നൈറ്റ് ആയപ്പോ ഇതാക്കണ ഇവരുടെ മത്സരം തോന്നിട്ടോ, റൈഡിങ് ആണെന്ന് തോന്നുന്നവര്. അങ്ങനെ നമ്മളുടെ ചൈനീസ് ന്യൂ ഇയർ. ഓ മൈ ഗോഡ്, അടിച്ച് പൊളിച്ച്. 12:30. ഇവർക്ക് എക്സ്പെക്ട് ചെയ്തില്ലേ? ഇവിടെ ഭയങ്കര അടിപൊളി. ഞാനിപ്പോ ഇവിടെ ഒരു ഡ്രസ്സിന്റെ ഷോപ്പ് കണ്ടു, അവിടെ കയറാം, ഷോപ്പ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ വീഡിയോ അവിടെ വെച്ച് നിർത്തുകയാണ്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ്. നമ്മൾ വന്ന ടൈം അടിപൊളി, നല്ലൊരു മെമ്മറീസ്. ഇവിടെ വരണം. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, ഇവിടുത്തെ ആൾക്കാർ അടിപൊളിയാണ്. മൊത്തം അടിപൊളിയാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചതാണ്, നമ്മൾ ബാംഗ്ലൂർ ന്യൂ ഇയറിന് പോയപ്പോൾ ഒരു ലോഡ്, ഒരു മിനിമം ഒരു എത്രയോ പോലീസുകാർ കണ്ടു. പക്ഷെ ഇവിടെ ഇത്രയും ക്രൗഡിൽ ഇത്രയും പ്രോഗ്രാം നടത്തിയിട്ട് പോലും പോലീസുകാരുടെ ഷോ അല്ല, ഒരു പോലീസുകാരുടെ പോലും കണ്ടില്ല. ഇവിടുത്തെ ഒന്നാമത് ഇവിടുത്തെ ആൾക്കാർ വെൽ ബിഹേവ്ഡ് ആണ്. വരുന്ന ടൂറിസ്റ്റ് ആയാലും ഓൾറെഡി ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ നമുക്കായാലും ഇപ്പൊ നമ്മളായാലും അറിയാതെ, ഞാനൊക്കെ മെട്രോയിൽ കയറാൻ ഇടിച്ച് ഉണ്ടി തള്ളി കയറുന്ന ആള് ഇവള് മെട്രോക്ക് ലിഫ്റ്റ് ക്യൂ ലിഫ്റ്റിനും എസ്കലേറ്ററിനും വരെ നമ്മള് ക്യൂ നിന്ന് പോവാണ്. അതുപോലെയാണ് ഇവിടുത്തെ ആൾക്കാർ. ഇവര് നമ്മളെ തട്ടിപ്പോയാലും അവര് എത്ര പ്രായമുള്ളവര് സോറി
സോറി എന്ന് പറയും. ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ അറിയാതെ അപ്പന്മാര് വരെ നമ്മുടെ അടുത്ത് വന്നിട്ട് സോറി എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് പറയാം. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായതുകൊണ്ട് എത്ര ഒരു വൈബ് വന്നത്. എനിവേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ ഇതിന്റെ കണ്ടിന്യൂ വ്ളോഗ് ഉണ്ടാവും. സോ ലവ് യു ഓൾ. ബൈ.